ഗസയിൽ ഇസ്രായേൽ തുടരുന്ന ആസൂത്രിത വംശഹത്യക്കെതിരെ വിവിധ രാജ്യങ്ങളിൽ നിന്നും UN-ൽ നിന്നും മനുഷ്യാവകാശ സംഘടനകളിൽ നിന്നും ലോക നേതാക്കളിൽ നിന്നുമടക്കം വൻ വിമർശനമാണ് ഉയർന്നത്. എന്നാൽ അതൊന്നും ചെവിക്കൊള്ളാതെ കൂട്ടക്കുരുതി തുടരുന്നതിനിടെ വീണ്ടും രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവും കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധി. ഗസയിലെ ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും വംശഹത്യയാണ് അവിടെ നടക്കുന്നതെന്നും പ്രിയങ്ക ഗാന്ധി തുറന്നടിച്ചു. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക ആക്രമണത്തെ അപലപിക്കാൻ ലോകത്തെ എല്ലാ സർക്കാരുകളോടും അവർ ആഹ്വാനം ചെയ്തു. സാധാരണക്കാർ, അമ്മമാർ, അച്ഛന്മാർ, ഡോക്ടർമാർ, നഴ്സുമാർ, സന്നദ്ധ പ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ, അധ്യാപകർ, എഴുത്തുകാർ, കവികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരും ആയിരക്കണക്കിന് കുട്ടികളും ഗസയിൽ നടക്കുന്ന ഭയാനക വംശഹത്യ കാരണം അനുദിനം തുടച്ചു നീക്കപ്പെടുകയാണ്. ഇവർക്കായി സംസാരിച്ചാൽ മാത്രം മതിയാകില്ല. വിദ്വേഷത്തിലും ആക്രമണത്തിലും വിശ്വസിക്കാത്ത ഇസ്രായേലി പൗരന്മാർ ഉൾപ്പെടെയുള്ള ശരിയായ ചിന്താഗതിയുള്ള ജനങ്ങളും ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും സർക്കാരുകളും ഇതിനെ അപലപിക്കണം. കൂടാതെ ഇസ്രായേലിന് യുദ്ധം നിർത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നത് ഓരോരുത്തരുടെയും ധാർമ്മിക ഉത്തരവാദിത്തമാണെന്നും പ്രിയങ്ക വ്യക്തമാക്കി. ബുധനാഴ്ച US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് കയ്യടികൾ ഏറ്റുവാങ്ങിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും അവർ രൂക്ഷമായി വിമർശിച്ചു. നാഗരികതയും ധാർമ്മികതയും ഊന്നിപ്പറയുന്ന ലോകത്ത് ഇസ്രായേലിൻ്റെ നടപടികളെ ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്ന് പ്രിയങ്ക വ്യക്തമാക്കി. എന്നാൽ ഇതിനു പകരം ഇസ്രായേൽ പ്രധാനമന്ത്രിയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. നെതന്യാഹു ഇതിനെ പ്രാകൃതവും നാഗരികതയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അയാൾ പറഞ്ഞത് തികച്ചും ശരിയാണ്. അയാളും അയാളുടെ സർക്കാരും ഏറെ പ്രാകൃതമാണ്. അവരുടെ പ്രാകൃതത്തിന് ഒട്ടുമിക്ക പാശ്ചാത്യ രാജ്യങ്ങളുടെയും നിർലോഭ പിന്തുണയാണ് ലഭിക്കുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറെ ലജ്ജാവഹമാണെന്നും പ്രിയങ്ക ഗാന്ധി കൂട്ടിച്ചേർത്തു. നേരത്തെയും പ്രിയങ്ക ഗാന്ധി ഇസ്രായേലിന് ലോകം നൽകുന്ന പിന്തുണയെ വിമർശിച്ച് രംഗത്തു വന്നിരുന്നു. ഗസയിൽ നീതിയുടെയും മാനവികതയുടെയും അന്താരാഷ്ട്ര മര്യാദയുടെയും എല്ലാ നിയമങ്ങളും ലംഘിച്ചുവെന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവർ വ്യക്തമാക്കിയിരുന്നു. ഗസയിൽ നടക്കുന്ന വംശഹത്യയിൽ ലോകം അന്ധരാണെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തി. മനുഷ്യത്വം ചോരയിൽ മുങ്ങിയിരിക്കുന്നു. ഇന്ന് ശരിയോടൊപ്പം നിൽക്കുകയും അതിനുവേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇതിന് സങ്കല്പിക്കാനാവാത്ത വിധം വില നൽകേണ്ടി വരുമെന്നും അവർ പറഞ്ഞിരുന്നു. ഗസയിൽ ഇസ്രായേൽ ആക്രമണം 293 ദിവസം പിന്നിട്ട വേളയിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ പുതിയ പ്രതികരണം വരുന്നത്. 39,175 പേരാണ് ഇതുവരെ ഗസയിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കൂടാതെ 90,403 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പോഷകാഹാരക്കുറവും പട്ടിണിയും കാരണം 3,500ഓളം കുട്ടികൾ മരണമുനമ്പിലാണെന്ന് ഗസയിലെ സർക്കാർ മീഡിയ ഓഫീസ് പറയുന്നു. കഴിഞ്ഞ ദിവസം US പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന് ആയുധം ഉൾപ്പെടെ നൽകുന്ന US-നെ പ്രകീർത്തിച്ച് രംഗത്തു വന്നിരുന്നു. നെതന്യാഹുവിന്റെ പ്രസംഗം നിരവധി പാർലമെന്റ് അംഗങ്ങൾ ബഹിഷ്കരിച്ചിരുന്നു. ഫലസ്തീൻ അനുകൂലികളായ ജൂതരടക്കം പാർലമെന്റിന് അകത്തും പുറത്തും തടിച്ചുകൂടുകയും പ്രതിഷേധിക്കുകയും ചെയ്തു. ഹമാസ് ബന്ദികളാക്കിയവരുടെ ബന്ധുക്കളും പ്രതിഷേധിച്ചു. US കോൺഗ്രസ് അംഗം റാഷിദ താലിബ് പ്ലക്കാർഡ് ഉയർത്തിയാണ് പ്രതിഷേധിച്ചത്. ഒരു ഭാഗത്ത് വംശഹത്യാ കുറ്റവാളി, മറുഭാഗത്ത് യുദ്ധക്കുറ്റവാളി എന്നിങ്ങനെ രേഖപ്പെടുത്തിയ പ്ലക്കാർഡാണ് അവർ ഉയർത്തിയത്. അതേസമയം ഹമാസിന് മേൽ സമ്പൂർണ്ണ വിജയം നേടും വരെ യുദ്ധം തുടരുമെന്നായിരുന്നു US കോൺഗ്രസ് മുമ്പാകെ നെതന്യാഹു പറഞ്ഞത്. തനിക്കെതിരെ വാഷിംഗ്ടണിലും മറ്റും തുടരുന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ അണിനിരന്നവരെ അധിക്ഷേപിച്ച നെതന്യാഹു വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് മൗനം പാലിക്കുകയും ചെയ്തു. വരും ദിവസങ്ങളിലും നെതന്യാഹു ശക്തമായ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നാണ് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത്.